ഓക്കെ, നമുക്കിപ്പോൾ ഓണാക്കാം. ഓണാക്കിയിട്ട് ചെക്ക് ചെയ്യാം. ഓണായിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ സെൻസർ ഇട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം 33 ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത്. കണ്ടോ, പെട്ടെന്ന് തന്നെ പറഞ്ഞ് 30 ഡ്രോപ്പ് ആയിട്ടുണ്ട്. 30, ഇപ്പോൾ 29 ഡ്രോപ്പ് ആയിട്ടുണ്ട്. വീണ്ടും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നല്ലതായിട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടെങ്കിലും ചൂടിനൊരു ശമനമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ നമുക്ക് വീട്ടിലേക്ക് രാത്രി കിടന്ന് ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എ സി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എ സി എല്ലാവർക്കും താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കൂളർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എയർ കൂളർ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എന്നോട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എയർ കൂളർ ഉണ്ടാക്കുന്നത് നമുക്ക് ചുറ്റുപാടും കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ എയർ കൂളർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറാണ്. ഇതുകൊണ്ടൊരു കണ്ടെയ്നറാണ്. ഇത് കണ്ടെയ്നർ അത്യാവശ്യം നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ ഫാൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് നോയ്സ് ഒക്കെ അങ്ങ് ഒഴിവാകും. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി പാടായിരിക്കും. ഇതിനകത്തൊക്കെ നമുക്ക് ഫാനൊക്കെ അസംബിൾ ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോകാൻ വളരെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് മേടിക്കാൻ പറ്റിയില്ല നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പെയിൻറ്റ് ബക്കറ്റ് എടുത്താലും മതി. ഈ കണ്ടെയ്നർ എടുത്ത ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. ഏകദേശം 250 രൂപയായിട്ടുണ്ട് വില. അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ മെയിനായിട്ട് ബോഡി പണിതെടുക്കുന്നത്. ഇനി നമുക്ക് അത്യാവശ്യമുള്ളത് രണ്ട് ഇതുപോലൊരു ഫാനാണ്. ഈ ഫാൻ ഞാൻ മേടിച്ചിരിക്കുന്നത് ഓൺലൈനാണ്. ഈ ഓൺലൈൻ ഞാൻ മേടിച്ചപ്പോൾ ഏകദേശം 300 രൂപയാണ് ഇതിൻ്റെ വില. ഇത് 220 വോൾട്ടേജ് പ്രവർത്തിക്കുന്ന AC വോൾട്ടേജ് പ്രവർത്തിക്കുന്ന ഒരു ഫാനാണിത്. നമുക്ക് ഈ ഫാൻ മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലെ ടേബിൾ ഫാൻ ചെറുതൊക്കെ കിട്ടും. 12 വോൾട്ടിൻ്റെ ഒക്കെ ടേബിൾ ഫാനൊക്കെ കിട്ടും. ആ ഫാൻ ഉപയോഗിച്ചാലും നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഏത് ഫാൻ എടുത്താലും കുഴപ്പമില്ല. നമ്മൾ എടുക്കുന്ന കണ്ടെയ്നറിനകത്ത് വെക്കാൻ പരുവത്തിനുള്ള ഫാൻ വേണം എടുക്കാൻ എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിമിൻ്റെ വർക്കിംഗ് ഒക്കെ സെയിം ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫാനൊക്കെ അതിനകത്ത് അസംബിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഫാൻ ഇവിടെ വെക്കാനുള്ള അളവിൽ നമുക്ക് ഈ അടപ്പ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേക്കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ അടപ്പിൻ്റെ ഒരു ഭാഗത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് അടുത്ത കട്ടിങ് കൂടെ കൊടുക്കാം. അങ്ങനെ അടപ്പിൻ്റെ ഈ ഒരു താഴ്ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോവർ ഗ്രില്ലൂടെ ഞാൻ നിർമ്മിച്ചെടുക്കുകയാണ്. അത് ഞാൻ നിർമ്മിച്ചെടുക്കുന്നത് PVC-യിലാണ്. ഇനി ഈ ഗ്രില്ല് വെക്കാൻ പരുവത്തിന് PVC ബോക്സോടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ PVC-യുടെ ബോക്സിനകത്തോട്ട് നമുക്ക് ആ അടപ്പേ കട്ട് ചെയ്ത് അതേ സെയിം മാർക്കിങ്ങിൽ ഇതേലൊരു മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. അതേ അളവിൽ തന്നെ നമുക്ക് ഇതും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച പീസ് നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളിത് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേലത്തെ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഫാൻ വെക്കുന്ന രീതിയിലാണ് ഇത് വെട്ടിയെടുത്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ വെക്കുന്ന നേരത്ത് ഫാനിൻ്റെ സ്ക്രൂ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിന് കട്ടിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പീസ് വെട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ എയർ ടൈറ്റായിട്ട് നിർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ സിലിക്കോണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ എല്ലാ മൂലകളും അടച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൈ കൊണ്ട് കൃത്യമായിട്ട് കൊള്ളിക്കാം, അല്ലെ സിലിക്കോൺ കൊണ്ടിരിക്കത്തില്ല. അങ്ങനെ നമ്മൾ സിലിക്കോൺ ഇട്ടെല്ലാം നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളെല്ലാ എയർ ഗ്യാപ്പുകളും അടച്ചെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം ഇതിനകത്തൂടെ കാറ്റകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ കൂടെ മാത്രമേ പുറത്തോട്ട് വരുന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതൊരു പ്ലെയിൻ ആയിട്ടുള്ള അടപ്പായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള അടപ്പ്, നല്ല കട്ടിയുള്ള അടപ്പും ചൂസ് ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് ഈ ബോക്സിനകത്ത് എയർ ലീക്ക് ആയിരിക്കാൻ വേണ്ടി ഞാൻ ബോക്സും സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ എയറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബ്ലോവറൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഹോൾട്ട് കൊടുക്കുകയാണ്. ഇതേ അളവിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഹോൾട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്രില്ലിൻ്റെയും സെൻട്രലായിട്ട് ഹോൾട്ട് കൊടുക്കാം. ഗ്രില്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അതേ അളവ് ഹോൾട്ട് കൊടുക്കാം.
ഇനി ഇതിലത്തെ ഒരു ചെറിയ മുള്ളാണി എടുത്തിട്ടുണ്ട്. ഈ മുള്ളാണിയുടെ സഹായത്തോടെ നമുക്ക് ഈ ഒരു ഗ്രില്ല് ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം മുള്ളാണി ഇതിലോട്ട് കയറ്റിയിടാം. എന്നിട്ട് ഇതിൻ്റെ ഹോളിനകത്ത് നമുക്കിത് കയറ്റിവിടാം. ഓക്കെ, അങ്ങനെ ആ സൈഡിലോട്ട് ഹോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലൂടെ നമുക്ക് വിടാം. ഇനി ഇതിലത്തെ ഒരു ചെറിയ റോളർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കാറ്റ് എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ, വെളിയിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ച് മാതിരി പ്രവർത്തിക്കാനാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇത് ഉണക്കൊരെണ്ണം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കുപ്പിയുടെ അടുപ്പെടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഹോൾട്ട് കൊടുക്കാം. ഇത് ഹോൾ ഇടാൻ വേണ്ടി ഞാനിവിടെ ഒരു PVC പൈപ്പ് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഹോൾട്ട് കൊടുക്കാം. ആ ഹോളിനകത്തോട്ട് ഞാൻ ഇതുപോണക്കൊരു കമ്പി ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതൊരു ഗ്ലൂ ഇട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഹോളിൽ കൂടെ ഇതുകൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല എൻ്റെ ബ്ലോവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ. നമുക്ക് ഇഷ്ടമുള്ള സൈഡിലോട്ട് ഇതിൻ്റെ എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ബ്ലോവർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഫാനിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമുക്കിവിടെ ഫാൻ സ്ക്രൂ ഇട്ട് ഉറപ്പിക്കാൻ വേണ്ടി 4 ഹോൾട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്ലോവർ ഫാനോട് വെച്ച് കൊടുക്കാം. ഈ ബ്ലോവർ ഫാനിൻ്റെ എയർ താഴോട്ടാണ് പിടിക്കുന്നത്. അതുകൊണ്ട് ഇതുവഴിയാണ് എയർ പുറത്തോട്ട് പോകുന്നത്. ഇത് എയർ അകത്തോട്ട് വലിച്ചെടുക്കുന്ന ഇൻടേക്കാണ്. അപ്പോൾ ഇതിനകത്തോട്ടിരിക്കുന്ന രീതി വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഉണ്ട് ഇങ്ങനെ. അതാകുമ്പോൾ എയർ നമുക്ക് ഇത് വലിച്ച് അകത്തോട്ട് കയറ്റണം. ഇനി കൃത്യമായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു മെഷീൻ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി സ്വിച്ചുകൾ ആവശ്യമുണ്ട്. ഇതിനകത്ത് 2 സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം തൽക്കാലം ഡെമ്മി ആയിട്ടാണ് കൊടുക്കുന്നത്. അതെന്താ ഡെമ്മി ആയിട്ട് ഞാൻ കൊടുക്കുന്നതെന്ന് അവസാനം പറഞ്ഞുതരാം. ഒരെണ്ണം അല്ല, നമ്മളിതിൻ്റെ പവറുമാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്വിച്ച് കൂടെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. സ്വിച്ച് ഇതിനകത്ത് ഡയറക്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുകൊണ്ടൊക്കെ ഒരു ബോക്സ് ചെയ്തിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് സ്വിച്ച് കറക്റ്റ് ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് മൊഡ്യൂളിൻ്റെ സൈഡിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് ഞാൻ 1 മീറ്റർ 2 കോറിൻ്റെ വയർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വയർ ദണ്ട് ഈ ഒരു ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കാം. ഇനി നമുക്കിവിടെ വെച്ച് ഈ വയർ സ്ട്രിപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാൻ നമ്മുടെ ഫാനിൻ്റെ വയറാണ് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ വയർ നമുക്ക് ഈ ഒരു ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കാം. ഇതിനടിയിൽ ഞാൻ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു വയർ നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് വയറിൽ കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ ഇൻസുലേഷൻ ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് ഈ വയർ ഇത് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇൻസുലേഷൻ തിരിച്ച് പിടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു ചുവന്ന കളർ സ്വിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചുവന്ന കളർ സ്വിച്ചിൻ്റെ ലൈനിലോട്ട് നമുക്കൊരു വയർ സോൾഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഫാനിൽ നിന്ന് വരുന്ന വയർ നമുക്കിതിൻ്റെ ലെഗിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്, എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അടുത്ത നമ്മുടെ ഡെമ്മി സ്വിച്ച് കൂടെ നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ. ഇനി അതുകൊണ്ട് ഒരു 2 പിൻ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് 2 പിൻ സോക്കറ്റ് അല്ല 3 പിൻ സോക്കറ്റ് ഉപയോഗിക്കുക. എർത്തൂടെ കൊടുക്കാൻ ശ്രമിക്കുക. എനിക്ക് ഈ കോഡ് വയർ മേടിച്ച സമയത്ത് 2 വയറുള്ളത് മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ 2 പിൻ സോക്കറ്റ് തന്നെ മേടിച്ചത്. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് 3 പിൻ മേടിച്ചിട്ട് എർത്തൂടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇത്രയും പാർട്സാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഇതറിയാവുന്നൊരു സ്കിപ്പ് ചെയ്യും ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു പിന്നിനകത്തോട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വയർ ഇതുകൊണ്ട് കയറ്റി വെച്ചിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത പിന്നിനകത്തോട്ട് നമുക്ക് ഇതുകൊണ്ട് അടുത്ത വയറൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ക്യാപ്പോടെ അടച്ചു കൊടുക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഇതിൻ്റെ സ്ക്രൂ ഇട്ട് കൊടുത്ത് ഒരു സൈഡിൽ നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ ബോൾട്ട് ഇട്ട് കൊടുത്താൽ മതി. സംഭവം സെറ്റാവും. ഓക്കെ, അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ വാട്ടർ കൂളറിൻ്റെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ. നമ്മുടെ ഈ കണ്ടറിനകത്തോട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലായിടവും നമുക്ക് ലോക്ക് വീഴും. ഓക്കെ, എല്ലായിടും ലോക്ക് വീണിരിക്കുകയാണ്, കണ്ടില്ലേ. ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പവർ ലൈനോട് കൊടുത്ത് നോക്കാം. ഇതിനോട് സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ സ്വിച്ചിലിട്ട് നമുക്ക് ഞെക്കാം. ഫാൻ വർക്കായിട്ടുണ്ട് ഗൈസ്. ഇതുവഴി എയർ വരുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല എയർ ആയതുകൊണ്ട്. ഞാൻ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഒരു പേപ്പറിൻ്റെ പീസ് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫാൻ ഓണായി കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, അത്യാവശ്യം നല്ലതായിട്ട് തന്നെ എയർ വെളിയിലോട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്ത് പെയിൻറ്റൂടെ അടിച്ച് കുളമാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ അകത്തെ ബ്ലോവറിലോട്ട് നമുക്ക് ബ്ലാക്ക് കൂടെ അടിച്ചു കൊടുക്കാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ കൂളറിന് പെയിൻറ്റ് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതൊന്ന് ഉണങ്ങി വരട്ടെ.
സോ ഗൈസ്, അങ്ങനെ നമ്മുടെ എയർ കൂളർ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പെയിൻറ്റൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ കാണിക്കണം. അപ്പോൾ ഇത്ര ഉണ്ടാക്കി എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഫാനും പിന്നെ ഇതുപോലൊക്കെ ഔട്ട് എടുക്കുന്ന ഒരു ബ്ലോവറിൻ്റെ ഒരു സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. ഇതിനകത്ത് ഈ ഒരു ഡെമ്മി സ്വിച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു മിസ്റ്റ് മേക്കറോട് എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ മൊഡ്യൂൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ മൊഡ്യൂൾ കിട്ടുമ്പോൾ ഇതിനകത്തൊരു മിസ്റ്റ് മേക്കർ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് മിസ്റ്റ് മേക്കർ ആഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് എയർ കൂളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതുപോലെ കുറച്ച് ഐസിൻ്റെ ക്യൂബ്സാണ്. ഈ ഐസിൻ്റെ കട്ടകൾ നമുക്ക് ഇതിനകത്തോട്ട് എടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ റെഫ്രിജറേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഐസിൻ്റെ ക്യൂബ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലോവറൂടെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എയർ ടൈറ്റ് ആവണമെന്ന് എല്ലായിടവും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ എന്തായാലും നമുക്ക് തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ ടെമ്പറേച്ചർ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു തെർമോസ്റ്റാറ്റാണ്. ഈ ഒരു തെർമോസ്റ്റാറ്റ് നമ്മുടെ ഇൻക്യുബേറ്ററിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് തെർമോസ്റ്റാറ്റാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന റീഡിങ് 32.2 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ ചൂട് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സെൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ എയർ കൂളർ ഒന്ന് ഓണാക്കിയിട്ട് ഇത് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഓണാക്കാം. ഓണാക്കിയിട്ട് ചെക്ക് ചെയ്യാം. ഓണായിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ സെൻസർ തൊട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം 33 ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത്. കണ്ടോ, പെട്ടെന്ന് തന്നെ പറഞ്ഞ് 30 ഡ്രോപ്പ് ആയിട്ടുണ്ട്. 30 ഇപ്പോൾ 29 ഡ്രോപ്പ് ആയിട്ടുണ്ട്. വീണ്ടും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. 28 ഡ്രോപ്പായി. 27 ഡ്രോപ്പായി ഗൈസ്. കണ്ടില്ലേ, അത്യാവശ്യം ഇത്ര ഓപ്പൺ ഏരിയ വെച്ചിട്ട് പോലും ടെമ്പറേച്ചർ വളരെ നല്ലതായിട്ട് തന്നെ കുറഞ്ഞുണ്ട്. 26 കുറഞ്ഞിരിക്കുകയാണ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു എയർ കൂളർ ഉണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫാനിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടെയ്നർ ഞാൻ മേടിച്ചതിന് ഏകദേശം 250 രൂപയായിരുന്നു വില. ഈ ഫാനിന് 300 രൂപ അടുപ്പിച്ചായി വില. അതുകൊണ്ട് ഈ സ്വിച്ചിന് 10 രൂപ, അതുകൊണ്ട് ഈ കോഡ് വയറിന് മീറ്ററിന് 37 രൂപയായിരുന്നു വില. എല്ലാവരും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 600 രൂപയ്ക്ക് താഴെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ചിലവായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ റൂമൊക്കെ തണുപ്പിച്ചെടുക്കാൻ അത്യാവശ്യം ഇതുകൊണ്ട് പറ്റും. ഒരു 2-3 മണിക്കൂറൊക്കെ അത്യാവശ്യം കൂളിംഗ് കിട്ടും. നമ്മുടെ ഫാനിനെക്കാട്ടി എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ സാധനം. ഇതിനകത്ത് വെക്കുന്ന ഫാനിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഇതിനകത്തെ ഐസ് കട്ട ഉരുകി മാറുന്നത്. ഇപ്പോൾ തന്നെ ഐസ് കട്ട പെട്ടെന്ന് ഉരുകി മാറുന്നുണ്ട് ഈ ഓപ്പൺ എയർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇതിനകത്ത് ഇനി ഞാൻ ഒരു ഡെമോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഡെമോ സ്വിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു മിസ്റ്റ് മേക്കർ ആഡ് ചെയ്യണം. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡെമോ സ്വിച്ച് കൊടുത്തേക്കുന്നത്. അത് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഒരു കൂളറൊക്കെ ആവശ്യമുള്ള കൂട്ടുകാരനെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ ഇതിൽ തുറന്നാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുകൊണ്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.